ആമിർ ഖാൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ സിത്താരെ സമീൻ പർ കാണാൻ വേണ്ടി ഷെനായി സ്ക്രീൻ ഫോറിൽ വന്നിരിക്കുകയാണ്. സിത്താരെ സമീൻ പർ ഡയറക്റ്റഡ് ബൈ RS പ്രസന്ന, ദ സ്പിരിച്വൽ സക്സസർ ഓഫ് താരെ സമീൻ പർ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ആമിർ ഖാൻ തന്നെയാണ് അത് അഭിനയിക്കുന്നത്, പക്ഷേ ഡയറക്റ്റ് ചെയ്യുന്നത് RS പ്രസന്നയാണ്. RS പ്രസന്ന ഇതിന് മുന്നേ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ സമയൽ സാധം, അതേ സിനിമയുടെ ഹിന്ദി റീമേക്കായിട്ടുള്ള ശുഭ് മംഗൾ സാവധാൻ, ഇതുകൂടാതെ ഇപ്പോൾ ക്യാമ്പിയോനേസ് എന്നുള്ള സ്പാനിഷ് ഫിലിം, അതിൻ്റെ ഒഫീഷ്യൽ റീമേക്കാണ് സിത്താരെ സമീൻ പർ. ഈ ക്യാമ്പിയോനേസ് എന്നുള്ള സിനിമ ഇംഗ്ലീഷിൽ റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ സ്പാനിഷ് പടമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടമോ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രായത്തിലുള്ളവരും തീർച്ചയായിട്ടും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണെന്ന്. കാരണം ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കുറച്ചെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ഉള്ളിൽ തെളിയും. അതെനിക്ക് തോന്നി. അങ്ങനത്തെ ഒരു സിനിമയാണിത്. ഇത് ഒരേ സമയം ഒരു മോട്ടിവേഷണൽ സിനിമയാണ്, ഒരു ഐ ഓപ്പണിങ് സിനിമയാണ്, അങ്ങനെ പല സംഭവങ്ങളാണ് ഈ സിനിമ. ഈ സിനിമയുടെ ജോണർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് എൻ്റർടൈൻമെൻറ്റ് ഫൺ മൂവി, ഒരു മോട്ടിവേഷണൽ ഫൺ മൂവി, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നതാണ്. ആമിർ ഖാൻ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട് ഈ റോള്, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ടുവേർഡ്സ് എൻ്റെ ആമിറിൻ്റെ ഒരു സാധനമുണ്ട്, എൻ്റെ മക്കളെ, എനിക്ക് തോന്നുന്നുള്ള ഇപ്പോൾ ഉള്ള ഹിന്ദി ലീഡ് ആക്ടേഴ്സിൽ വേറെ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള, ഇപ്പോൾ ഉള്ളവർക്ക് എനിക്ക് സീരിയസ്ലി ഡൗട്ട് ഈ റോൾ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം വളരെ ഡൗട്ട്ഫുള്ളാണ്. അത്രയും മനോഹരമായിട്ട് ആമിർ ചെയ്തു വെച്ചിട്ടുണ്ടത്. കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോഴത്തെ ഈ സ്റ്റാർസായിട്ടുള്ള നടന്മാർക്ക് എനിക്കറിയില്ല എത്ര പേര് ഇത് ആക്സെപ്റ്റ് ചെയ്ത് ചെയ്യും എന്നുള്ളത്. പൊക്കം കുറവിൻ്റെ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ആമിർ ചെയ്തേക്കണതാണ്. അത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നോ, അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആമിർ മാത്രം ഇത് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ സിനിമ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇതിനകത്ത് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ ആണല്ലോ കൂടുതലും ഉള്ളത്, അപ്പോൾ അവരെ വെച്ച് മുതലെടുക്കുന്ന രീതിയിലുള്ളൊരു സിനിമ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റലാക്കി അതിൽ എൻകാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമയായിരിക്കുന്നു. അങ്ങനെ ഒന്നുമല്ല. ഇതൊരു ത്രൂ ഔട്ട് ഫൺ കിടിലം പടമാണ്. സെൻറ്റിമെൻറ്റ്സ് വേണ്ടടുത്ത് വേണ്ട രീതിയിൽ ആണ് ഇവർ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഓവർഡൂ ചെയ്തിട്ടേ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇതെനിക്ക് ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനിയൻ ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഒരു സ്ലൈറ്റായിട്ട് പോലും ഓവർഡൂ ചെയ്താൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട്, എനിക്കിപ്പോൾ ഒരു 36 വയസ്സായി, എൻ്റെ അനിയന് 33 വയസ്സായി. എനിക്ക് ഇത്രയും കാലത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. പക്ഷേ ഇവർ ചെയ്തിരിക്കുന്നത് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഈ സിനിമ വർക്കായി. ഈ സിനിമ ഒരുപാട് ആൾക്കാരിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, ഒരുപാട് സ്റ്റീരിയോ ടൈപ്സിനെ ബ്രേക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് 1-2 ക്ലീശേ പരിപാടികൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമുക്കൊരു കുറവായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. കാരണം അത്രയധികം ക്ലീശേ ബ്രേക്കിംഗ് ഉണ്ട് ഇതിനകത്ത്. ഇതിലെ ഓരോ ഡയലോഗ്സ് ആയിക്കോട്ടെ, ഈ സിനിമയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിയൊക്കെ അടിപൊളിയാണ്. അത് ഫോഴ്സ്ഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല അറ്റ്ലീസ്റ്റ്. അത് മാത്രമല്ല ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് നമ്മളെ നിർബന്ധിതനാക്കുന്ന രീതിയിലൊരു പരിപാടിയല്ല. അതിങ്ങനെ പതിയെ മെല്ലെ മനസ്സിലാക്കി തരുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും നർമ്മത്തിലൂടെ. എന്തൊരു കാര്യവും സീരിയസ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് നർമ്മത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സൂപ്പറായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. പറയേണ്ട കാര്യങ്ങൾ വൃത്തിക്ക് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ. അതുകൊണ്ട് നമുക്കത് നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തിരികെ കെട്ടാനായിട്ട് ഫീൽ ചെയ്യില്ല. നമുക്കത് മനസ്സിലാക്കി തരികയാണ് മെല്ലെയായിട്ട്. അത് ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഗുണം തന്നെയാണ്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് സ്ക്രീൻ പ്ലേ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ തന്നെ ഏത് സ്റ്റേറ്റിൽ കൊണ്ടുപോയി കാണിച്ചാലും, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിട്, ലോകത്ത് എവിടെ ഈ സിനിമ കണ്ടാലും ഇത് നിങ്ങൾക്ക് റിലേറ്റബിളായിട്ട് ഫീൽ ചെയ്യൂടെ. അത്ര രസമായിട്ടുള്ള ഒരു, എന്താണ് ഹ്യൂമാനിറ്റി, എന്താണ് വാട്ട് ഈസ് ബീങ് ഹ്യൂമൻ, അല്ലെങ്കിൽ ഹൗ എ ഹ്യൂമൻ ഷുഡ് ബി എന്നുള്ള ഒരു സംഭവമുണ്ട്. വാട്ട് ഈസ് നോർമൽ,
ഈ നോർമൽ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമുണ്ട്. അതുപോലെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും, ഇങ്ങനത്തെ സ്പെഷ്യൽ കിഡ്സല്ലേ സത്യം പറഞ്ഞാൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളവരും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കുന്നവരെന്നുള്ളത്. അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ടാവും? ഈ സിനിമ പലരും അത് മനസ്സിലാക്കി കൊടുക്കാൻ പാകത്തിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. ഫോഴ്സ് ഫീഡിങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തുമില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ആലോചിക്കും, ശരിയാണ് ഈ സിനിമ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ. നമ്മളിങ്ങനെ ഓരോരോ റാറ്റ് റേസിൽ പങ്കെടുത്ത് ജീവിതം മൊത്തം തീർക്കുമ്പോൾ ഈ പിള്ളേരായി നിന്നുകൊണ്ട് തന്നെ ആയുഷ്കാലം മൊത്തം വളരെ ഓണസ്റ്റായിട്ട് നിന്നുകൊണ്ട് ജീവിച്ചില്ല എന്നുള്ളത്. അയ്യോ, അത് ഭയങ്കര സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. പിന്നെ ഇതിനകത്ത് ജനീലിയുടെയും അമീറിൻ്റെയും ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ അമീറിൻ്റെ അമ്മയും ആയിട്ടുള്ള ഒരു ഡൈനാമിക്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അമീറും ഈ പിള്ളേരായിട്ടുള്ള ഡൈനാമിക്സ് ഉണ്ട്. ഈ പിള്ളേരെ ബാസ്കറ്റ് ബോൾ കോച്ച് ചെയ്യാൻ വരുന്ന ഒരു കോച്ചിൻ്റെ ക്യാരക്ടറായിട്ടാണ് അമീറിനകത്ത് വരുന്നത്. പക്ഷേ ഒരു വലിയ ഒരു ഡിഫറൻസ് അവിടെ സംഭവിക്കും. അതെന്താണെന്നൊക്കെയാണ് സിനിമ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ പിള്ളേർ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിരിക്കുന്ന സിനിമ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിരിക്കുന്ന സിനിമ. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കണ്ടെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് പേഴ്സണൽ റീസൺ കാരണം എനിക്ക് ഈ സിനിമ വൈകിയാണ് കാണാൻ പറ്റിയത്. ഈ സിനിമ ഇറങ്ങിയത് ഒരു ദിവസം മുന്നേ ആണ്. ഞാൻ ഇന്നലെയാണ് സിനിമ രാത്രി കണ്ടത്. ഈ സിനിമ നിങ്ങൾ ഫാമിലിയോടൊത്ത് പോയി കണ്ടു നോക്കുക. ഉഗ്രം പടമാണ്, ഉഗ്രം പടം. എൻ്റർടൈനിങ് ആണ്, ഫണ്ണാണ്, നിങ്ങൾ ഒരുപാട് ചിരിപ്പിക്കും, നിങ്ങളെ ചെറിയ രീതിയിൽ ഉള്ളു നോവിക്കും, ചിന്തിപ്പിക്കും, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഓവറോൾ പാക്കേജ് ഫ്രം ആമിർ ഖാൻ. താങ്ക് യു സോ മച്ച് ആമിർ ഫോർ ഡൂയിങ് ദിസ് മൂവി. ഒരു രക്ഷയില്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. അതുപോലെ ഇതിൽ ആ സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള കിഡ്സിൽ ഒരാൾ മലയാളിയാണ്. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഇവർ അഭിനയിക്കണമെന്ന് തോന്നൂല്ലേ, അതാണ് വേറെ രസം. ഇവർ നമ്മളിവിടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ ഫിലിം ഫ്രട്ടേണിറ്റി എടുത്ത് നോക്കിയാൽ വർഷങ്ങളായിട്ട് പോലും ഒരു തരി എക്സ്പ്രഷൻ പോലും മുഖത്ത് വരാത്ത സോ കോൾഡ് ലീഡ് ആക്ടേഴ്സ് ഇവിടെ ഇൻഡസ്ട്രിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിനിമ കണ്ടതിൽ ഇപ്പം 3 പടം 4 പടം എന്നിട്ടും മുഖത്ത് ഒരേറ്റ എക്സ്പ്രഷൻ വരുന്നില്ലാത്ത അവസ്ഥയൊക്കെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെയാണ് ഇവരുടെ ഒരു സംഭവം. ഇവർ ഭൂരിഭാഗം എനിക്ക് തോന്നുന്നുള്ള വേറെ സിനിമയിലൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ആകെ നമ്മുടെ മലയാളിയായിട്ടുള്ള ആ ആക്ടർ, ആ പയ്യൻ മാത്രമാണ് ഒരു 1-2 സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരൊന്നും എനിക്ക് തോന്നാനുള്ള ഇത് ട്രെയിൻഡ് ആക്ടേഴ്സ് എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഇട്ട്. പക്ഷേ ആക്ട് ചെയ്യണമെന്ന് പോലും തോന്നില്ല, അത്രയും നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ്. അത് നമ്മൾ ഇവരൊക്കെ കഴിവ് കെട്ടവരാണ്, അല്ലെങ്കിൽ ഇവരെ ഒന്നിനും കൊള്ളൂല, അല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകളെ നമ്മൾ തഴയും. ചിലപ്പോൾ അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും പല കാര്യങ്ങളിൽ. അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിളിച്ചിരുന്നു എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സിനിമ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ഇതൊരു പെർഫെക്റ്റ് മൂവിയോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഫ്ലോസ്. പക്ഷെ ആ ഫ്ലോസ് ഒന്നും കാണാനോ ചിന്തിക്കാനോ ഓർത്തിരിക്കാനുള്ള സമയം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ നമുക്ക് തരില്ല. ഇതിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കുറ്റവും കുറവൊന്നും പറയാൻ തോന്നൂല്ലേ, അത് തോന്നില്ല. കാരണം ആ രീതിയിലാണ് ഈ സിനിമ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര മനോഹരമായ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയും കൂടിയാണ്. നല്ല രീതിയിൽ ക്ലീഷേ ബ്രേക്കിംഗ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് കൂടെ പറയേണ്ടി വരും. ബോളിവുഡിൽ നിന്നും വളരെ റെയറായിട്ടാണ് ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ വരുന്നത്. ഇക്കൊല്ലം ഞാൻ വേറെ ലെവലൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, സൂപ്പർ ബോയ്സ് ഓഫ് മാലഗോ. എന്നെ എത്ര തവണ അത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. കഴിഞ്ഞ കൊല്ലം ലാപ്പത്താലി എഡീസ് അതുപോലത്തെ ഒരു സിനിമയായിരുന്നു. പിന്നെ ഇക്കൊല്ലം തന്നെ ഡിപ്ലോമാറ്റ് എന്നുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, വളരെ ഡീസൻ്റ് ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തതാണ്. അപ്പോൾ ഇക്കൊല്ലം ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങളൊന്നാണ് ഇത്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ കാണേണ്ട പടമാണെന്ന് കൂടി ഞാൻ പറയും. അനുപ, എൻ്റെ വൈഫ്, ഈ സിനിമ കൊണ്ട് വളരെയധികം ചിരിച്ചു, കരഞ്ഞു ഒക്കെ ഉണ്ട്. അവൾ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പെട്ടെന്ന് എല്ലാ ഇമോഷൻസും കണക്റ്റ് ആവുന്ന ആളാണ്. അവൾ എന്നോട് പ്രത്യേക ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ മസ്റ്റായിട്ട് നിങ്ങൾ പോയി കാണണം, അവൾക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. അത് സ്പെഷ്യലായിട്ട് വീഡിയോയിലൂടെ പറയണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ ദിസ് ഈസ് എ മൂവി ദാറ്റ് ഈസ് ഗോണ ബി വിത്ത് യു ഫോർ എവർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ഈ സിനിമ
ഒരു തവണ കണ്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഇതിലെ ഓരോ ക്യാരക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഗുഡ്ഡു, ഖുറേഷി, ശർമാജി, ഗോലു, അങ്ങനെ കുറേ പേരുണ്ട്. ഇതിനകത്ത് ഒരു 8ഓളം ആൾക്കാരുണ്ട് സ്പെഷ്യലായിട്ടുള്ള. അവർ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സ്പെഷ്യലാണ്. നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഒരു മുടിയൊക്കെ കറക്കടിച്ച് വരുന്ന ഒരു മച്ചാനുണ്ട്. എൻ്റെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരും എവ്രി വൺ ഹാസ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. അത് ഭയങ്കര രസമായിട്ട് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയുകയാണ്. ഡോണ്ട് ഗോ ഫോർ ദ ഫാക്ട് ദാറ്റ് ദീസ് കിഡ്സ് ആർ ലൈക്ക് സ്പെഷ്യലി ഏബിൾഡ് എന്നുള്ളൊരു ഫാക്ടറിലല്ല. നിങ്ങളല്ലാതെ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്പെഷ്യലി ഏബിൾഡ് എന്നല്ല നിങ്ങൾ പറയണോ. ദീസ് കിഡ്സ് ആർ സ്പെഷ്യൽ. ദേ ആർ അമേസിങ് ആക്ടേഴ്സ്, ദേ ആർ അമേസിങ് എൻ്റർടൈനേഴ്സ് എന്ന് നിങ്ങൾ പറഞ്ഞു പോകും. മേ ബി ദേ ആർ ബെറ്റർ ദാൻ അസ്, അല്ലെങ്കിൽ ബെറ്റർ ദാൻ എ ലോട്ട് ഓഫ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ എന്നുകൂടി നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അവരുടെ ഇൻ്റലിജൻസിനൊക്കെ നമ്മൾ ചോദ്യം ചെയ്തു പോകും. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിരന്തരമായിട്ട് ഒരു 6 കൊല്ലമായിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ സെർബൽ പാൽസിയുള്ള അനിയനെ ഒരുപാട് ചീത്ത വിളിക്കും, വൃത്തികേട് പറയുകയൊക്കെ ചെയ്യുന്ന ഒരുത്തൻ, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുത്തനാണ്. ഞങ്ങൾ ഈ അടുത്ത് കണ്ടുപിടിച്ചു. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സോ കോൾ വൈറ്റ് കോളർ ജോബൊക്കെ ചെയ്യുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച ഒരു മഹാനാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവന്മാർ കൂടി ഈ സിനിമ കാണണം. അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തരും നിൻ്റെ പഠിപ്പോ വിവരമോ അല്ലെങ്കിൽ നിൻ്റെ സോ കോൾ കുറേ ഡിഗ്രീസോ അല്ലെങ്കിൽ നീ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന നിൻ്റെ അറിവോ പിണ്ടോ ഒന്നും അല്ല സംഭവം എന്നുള്ളത്. ഒരു നല്ല ഹ്യൂമൻ ആവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ചിന്ത നിൻ്റെ പോലും തലയിലേക്ക് കയറ്റി തരുന്ന ഒരു തരം സിനിമയാണിത്. അതുകൊണ്ട് തന്നെ ഹൈലി റെക്കമെൻഡ് ദാറ്റ് പീപ്പിൾ വാച്ച് ദിസ് മൂവി. ഇതൊരു കിടിലൻ പടമാണ്. വൃത്തിയേട്ടൻ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവന് ഒന്ന് കൊള്ളും. അങ്ങനെ കൊള്ളിക്കുന്ന രീതിയിൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. അവന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും മനസ്സിലായില്ലെങ്കിൽ ഈ ഡസൻ ഡിസർവ് ടു ലിവ് ഹിസ് ഹ്യൂമൻ ലൈഫ് എന്നുകൂടെ ഞാൻ പറയുകയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഈ സിനിമ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. ടിക്കറ്റ് കിട്ടാൻ നല്ല പാടായിരിക്കും ഈ സിനിമയ്ക്ക് മിക്കവാറും. കാരണം ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ വളരെ ചെറിയ തിയേറ്റർ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഹൗസ്ഫുള്ളായിരുന്നു. ഇത് കൂടാതെ തന്നെ ഞാൻ അവിടെ പോകാനുള്ള കാരണം തന്നെ PVR ടിക്കറ്റ് കിട്ടാനുണ്ടായിരുന്നില്ലേ. അത്രയും തിരക്കാണ് ഈ സിനിമയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി ഹാർഡ് ഫോർ യു ടു ഗെറ്റ് ടിക്കറ്റ്സ് ഇൻ കൊച്ചി. പക്ഷേ ഞാൻ പറയുകയാണ്, ഉഗ്രൻ സിനിമയാണ്. ഇറ്റ് ഈസ് വർത്ത് യുവർ ടൈം ആൻഡ് മണി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ സമയത്തിനും പൈസയ്ക്കും ഈ സിനിമ അതിനപ്പുറം തന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് അമീർ ഫോർ such a beautiful movie, and thank you so much to RS Prasanna for presenting it in this manner. പിന്നെ ജനീലിയ, ഷീ ഇസ് എ ബ്യൂട്ടി. എന്ത് രസമാണെന്നറിയാം ഈ സിനിമയിൽ. ലൈക്ക് ഒരു ഏഞ്ചലിനെ പോലെയാണ്. അയ്യോ, അത് അമീറിൻ്റെ ക്യാരക്ടർ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു സംഭവം. ഇത് കൂടാതെ ഈ സിനിമയുടെ ഈ ഒരു ബാസ്കറ്റ്ബോൾ ടീമിൻ്റെ പേര് സിത്താര എന്നാണ്. ദേ ആർ ട്രൂലി സ്റ്റാർസ്. അത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, ഇവർ അഭിനയിക്കുന്നതെന്ന് തോന്നത്തേയില്ല. ദേ ആർ ലിവിങ് ദ ക്യാരക്ടർ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും താങ്ക് യു ഫോർ സച്ച് എ മൂവി. അത്ര എനിക്ക് പറയാനുള്ളൂ. ഐ ആം ഗെറ്റിംഗ് വെരി ഇമോഷണൽ. മേ ബി ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളതുകൊണ്ടാവാം. ഞാൻ അങ്ങനത്തെ കുട്ടികൾ ഒരുപാട് കണ്ടുകൊണ്ടാവാം. പക്ഷേ അതിനപ്പുറം പോലും ഈ സിനിമ തീർച്ചയായിട്ടും ഡിസേർവ്സ് എ ഹ്യൂജ് സക്സസ്. കാരണം ഇറ്റ് ഈസ് എ ജെം ഓഫ് എ മൂവി. പിന്നെ താരേ സമീൻ പർ എന്നുള്ളൊരു പടമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നിൽക്കേണ്ട. അതിൻ്റെ സ്പിരിച്വൽ സക്സസർ എന്നാണ് ഇവർ പറയുന്നത്. താരേ സമീൻ പർ ലെവൽ പടമാണ്. വേറെ ലെവൽ പടമാണ്. ഈവൻ ദിസ് ഈസ് നോ ലെസ് എന്ന് കൂടെ ഞാൻ പറയും. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു സൺഡേ നേരുന്നു. എൻജോയ്. പറ്റിയാൽ ഈ സിനിമ എന്തായാലും ഇന്ന് തന്നെ കാണാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ദയവീത് ഈ സിനിമ തിയേറ്ററിൽ കാണുമെന്ന് ഞാൻ പറയും. കാരണം ഇത് തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഫീൽ തന്നെ വേറെയാണ്. ആ ബാസ്കറ്റ്ബോൾ മാച്ചൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണോടെ. അടിപൊളിയായിരുന്നത്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവരുടെ ആ ഒരു ട്രയോ കോംബോ കാണുന്നത്. എന്ത് രസമായിരുന്നു അറിയുമോ പാട്ടുകളൊക്കെ. ലിറിക്സൊക്കെ ഒരു പ്രത്യേക തരം ഒരു ലിറിക്സാണ്. പക്ഷേ ആ പാട്ടായിട്ട് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര എൻജോയബിളാണ്. എസ്പെഷ്യലി ദ ടൈറ്റിൽ ട്രാക്ക്. അതുപോലെ വേറെ 2 പാട്ടുകളും ഒക്കെ ഭയങ്കര യുണീക്കായിട്ട് ഫീൽ ചെയ്തു.
ഒരു സംഭവം എനിക്ക് പറയാനുള്ളത്, താരേ സമീൻ പർ ചെയ്തത് ഇവർ തന്നെയായിരുന്നു. അതിലെ ഓരോ പാട്ടുകളും ലെജൻഡറി സോങ്സാണ്. അതിപ്പോൾ കേൾക്കുമ്പോഴും ഇന്നലെ ചെയ്ത പാട്ടുകൾ പോലെ ഫീൽ ചെയ്യും. അത് അമ്മാതിരി സാധനമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സക്സസർ, താരേ സമീൻ പറിൻ്റെ സ്പിരിച്വൽ സക്സസറായിട്ട് ഈ സിനിമ വന്നപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കും അമീർ ശങ്കർ എഹ്സാൻ ലോയിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അമീറാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, അമീർ ഖാൻ പ്രൊഡക്ഷൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും വെരി ഗുഡ് ടു സീ അമീർ ഖാൻ അസോസിയേറ്റിംഗ് വിത്ത് ശങ്കർ എഹ്സാൻ ലോയ് അഗെയിൻ. എന്തായാലും അതും ഒരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു. താരേ സമീൻ പർ എന്നുള്ള സിനിമയുടെ സോങ്സ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കുക. ഓരോ സോങ്സും വേറൊരു ലെവലാണ്. അതിൽ ആ മാ എന്നുള്ള പാട്ടാണ് ഒന്നൊന്നര ഐറ്റം. അതുപോലെ എല്ലാം ഓരോ പാട്ടുകളും അന്യായ പിക്ചറൈസേഷനുമായിരുന്നു. അത് അമീർ തന്നെ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയിരുന്നുകൊണ്ട് ഉഗ്രനായിരുന്നു. അത് അമീർ ഖാൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്നു ആ സിനിമ. അത് വേറൊരു ലെവലിൽ അമീർ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ലെക്സിയനെ പറ്റിയായിരുന്നു. പക്ഷേ അത് ആരെങ്കിലും കാണാൻ ഇനി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ 2K കിഡ്സ് അല്ലെങ്കിൽ പുതിയ ജെൻസി കിഡ്സൊക്കെ ഉണ്ടെങ്കിൽ ദയവീത് ആ സിനിമ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതൊരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ദർശീൽ സഫാരി എന്നുള്ളൊരു പയ്യനായിരുന്നു അതിനകത്ത് അഭിനയിച്ചിരുന്നത്. ആളിപ്പോൾ ഒരു ടീനേജറാണ്. അപ്പോൾ അന്ത ലെവലിൽ അത് ചെയ്തു വെച്ച ഒരു സിനിമയായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാതെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക എന്ന് തന്നെ. അപ്പോൾ ശരി, ബൈ ബൈ.